Good morning, teacher. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ നോക്കിയെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം നോക്കി എത്തിക്കൽ ആസ്പെക്ട്സ് എന്താണെന്ന് നോക്കി അല്ലെ. എന്താണ് എത്തിക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ എത്തിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ അല്ലെ. ഇനി നമ്മൾ നോക്കി ലീഗൽ ആസ്പെക്ട്സ് എന്താണെന്ന് നോക്കി. ലീഗൽ എന്ന് പറയുമ്പോൾ ലോ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ് അല്ലെ. അല്ലെങ്കിൽ ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ഗൈഡ് ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യ പ്രവർത്തികളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തികളൊക്കെ നിയന്ത്രിക്കുന്നതാണ് ലീഗൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു? വൈ ഇറ്റ് ഈസ് നെസസറി ഫോർ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ. ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു എത്തിക്കൽ ലോസും എത്തിക്കൽ ലീഗലൊക്കെ ഫോളോ ചെയ്യുന്നത്, അതിനുള്ള റീസൺസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയിരുന്നത്. പിന്നെ മെഡിക്കോ ലീഗൽ കേസസ് എങ്ങനെ വരുന്നതാണെന്ന് നോക്കി. എക്സാമ്പിൾ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ് നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് RTA. RTA എന്ന് പറഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ്, ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മള് ലെജിസ്ലേഷൻ ജനറൽ ആയിട്ടുള്ള ആക്ട്സുകളെ പറ്റി നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്നായിരുന്നു 1947. മിനിമം വേജസ് ആക്ട് 1948. വേജ് കിട്ടി, ശേഷം നമുക്ക് എന്ത് ലഭിച്ചു? ബോണസ് കിട്ടി എന്ന് പറഞ്ഞു അല്ലെ. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി അല്ലെ. ബോണസ് കിട്ടി, ഗ്രാറ്റുവിറ്റി കിട്ടി അല്ലെ. 1972 നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടി. പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് എന്നായിരുന്നു 1936 അല്ലെ. നെക്സ്റ്റ് നമ്മൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 അല്ലെ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ നോക്കിയായിരുന്നു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അല്ലെ. എന്നായിരുന്നു 1933. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് വന്നത് 1947. പിന്നെ നമ്മൾ നോക്കി ഫാർമസി ആക്ട് അല്ലെ 1948. പിന്നെ നമ്മൾ ദെൻ നോക്കിയത് ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും മാരേജ് രജിസ്ട്രേഷൻ ആക്ട് അല്ലെ. ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും നമുക്ക് അവിടെ എന്താണ് ഹോസ്പിറ്റലിൽ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് അല്ലെ. ഇനി മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഏത് സെക്ഷൻ ആണോ അവിടെ നിന്നാണ് നമുക്കത് ആ ഒരു അതോറിറ്റി ആയിരിക്കും നമുക്ക് തരുന്നത് അല്ലെ. ഇനി നമ്മൾ ലാസ്റ്റ് നോക്കി ലോ ഓഫ് ടോർട്സ് നോക്കിയായിരുന്നു അല്ലെ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് എന്തായിരുന്നു? ഈ വേർഡ് ഡിറൈവ്ഡ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസിൽ നിന്നാണ്. മീനിങ് എന്തായിരുന്നു? ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ് അല്ലെ. അപ്പൊ ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ് എന്നാണ് ടോർട്ടസ് എന്ന വാക്കിന്റെ അർത്ഥം. ടോർട്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വിസ്റ്റഡ് അല്ലെ, ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറയുക അല്ലെങ്കിൽ ഒരു കാര്യം വളച്ചൊടിച്ച രീതിയിൽ പറയുക എന്നുള്ളൊരു മീനിങ് ആണ് ട്വിസ്റ്റഡ് അല്ലെങ്കിൽ ക്രൂക്കഡ് എന്നതിന് വരുന്നത്. ഇനി നമ്മള് മിസ്ലേനിയസ് ടോർട്ടസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ദെൻ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നോക്കി അല്ലെ. എന്നാണ് നിലവിൽ വന്നത്? 1 സെപ്റ്റംബർ 1987 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഈ ഇയറും ഡേയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ കൺസ്യൂമർ ആരാണെന്ന് നോക്കി അല്ലെ. സേവനങ്ങളും ഗുഡ്സും സേവനങ്ങളും സർവീസസ് ഒക്കെ ലഭിക്കുന്ന വ്യക്തി ആരാണോ അതായിരിക്കും കൺസ്യൂമർ അല്ലെ. ഇനി ഡെഫിഷ്യൻസി അല്ലെ, നമുക്ക് എന്താണ് അപര്യാപ്തത, കുറവ് എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. സർവീസ് സേവനം അല്ലെ, സേവനങ്ങൾ നോക്കി. പിന്നെ എന്താണ് ടൈം ലിമിറ്റേഷൻസ് പറഞ്ഞായിരുന്നു. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെ, ഒരു പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. മിസ്ലേനിയസ് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ അല്ലെ. നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് ആക്ട്സുകളെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ. നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ ജനറൽ ആയിട്ടുള്ള ആക്ടുകള്. ഇനി അത് കൂടാതെ നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധങ്ങളായിട്ടുള്ള ഹെട്രോജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്ലേനിയസ് ആക്ട്സ് ആണ് നമ്മൾ എന്തായാലും പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അല്ലെ. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 1860 അല്ലെ. നമ്മൾ ഓരോ ആക്ടിന്റെ ഇയറുകൾ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ ഇയറുകൾ പഠിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സ്ക്രീനിലൊന്ന് നോക്കാം, പ്രിന്റ് ഉണ്ടെങ്കിൽ കയ്യിലൊന്ന് എടുത്ത് പിടിക്കുക കേട്ടോ. ഓക്കെ, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ആണ് നമ്മൾ നോക്കുന്നത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 controls the working and management of institution established or owned by charitable trust.
അല്ലെ? ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നില്ലേ? ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഹോസ്പിറ്റൽസ് ഒക്കെ ചാരിറ്റബിളിന്റെ അല്ലെങ്കിൽ ആ ട്രസ്റ്റിന് കീഴിൽ സ്ഥാപിതമായതായിരിക്കും അല്ലെ? ഇപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റൽ, ഇപ്പോൾ നമ്മള് പള്ളി സ്കൂളുകൾ, അതായത് ഒരു ചർച്ചിനോട് ചേർന്നുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവും, അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള സ്കൂളുകളൊക്കെ വരുന്നുണ്ട് അല്ലെ? അങ്ങനെയുള്ളതാണ് എന്ത്? ചാരിറ്റബിൾ എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയുള്ള സ്കൂളുകളും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെയാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയോ സ്ഥാപനത്തിന്റെയോ പ്രവർത്തനങ്ങളെയാണ് ഈ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയാണ് അപ്പൊ മെയിൻ ആയിട്ട് അത് നിലകൊള്ളുന്നത്? ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. All hospitals in the voluntary sector or non-government organization NGO, അതായത് non-government organizations in the medical care field should be registered under this act. അല്ലെ? വോളണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ അല്ലെ? വോളണ്ടറി ആയിട്ടുള്ള സന്നദ്ധ മേഖലയില എല്ലാ ഹോസ്പിറ്റൽസും, പിന്നെന്താണ്, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, നോൺ ഗവൺമെന്റ്, സർക്കാരിന്റെ സ്ഥാപനങ്ങളെല്ലാം, അതായത് സർക്കാർ ഹോസ്പിറ്റലുകളല്ല ഉദ്ദേശിക്കുന്നത്, ഇതുപോലെ ചാരിറ്റബിൾ അതിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് അല്ലെ? അങ്ങനെയുള്ളവയെല്ലാം ഈ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഏത് നിയമത്തിന്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അത്രയുമാണ് നമ്മൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പറയുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്നത് എന്താണ്? 1860 അല്ലെ? ഇനി മെയിൻ ആയിട്ട് അത് എന്തിനാണ്? ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ, ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന്റെ വർക്കുകളും കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ആണ്. പിന്നെ ഓൾ ഹോസ്പിറ്റൽസ്, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉൾപ്പെടുന്നില്ല, അല്ലാതെ നമ്മൾ ചാരിറ്റബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഈ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോവുകയാണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് അല്ലെ? നെക്സ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. സം സ്റ്റേറ്റ്സ് ഹാവ് enacted their own public charitable trust act, which normally controls the detailed working and management of the hospitals established by public charitable trust. In such state, the society should also be registered under the state act. അല്ലെ? ഓക്കെ, അപ്പോ സ്റ്റേറ്റ് പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിരിക്കും അല്ലെ? ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ആണ്, പക്ഷെ എന്താണ്? സ്റ്റേറ്റിന്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇപ്പോ ചില സംസ്ഥാനങ്ങൾ, ചില സംസ്ഥാനങ്ങൾ എന്താണ്? അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. അവർ സ്വന്തമായിട്ട് അതിനൊരു നിയമം അല്ലെ? അവരുടേതായിട്ടുള്ള ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതെന്താണ്? പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിക്കുന്ന ഹോസ്പിറ്റലുകളിലെ അല്ലെ, ആശുപത്രികളുടെ വിശദമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളും മാനേജ്മെന്റ് നിയന്ത്രിക്കുന്നു. അത്തരം സ്ഥാപനങ്ങളിൽ നോക്കിയേ, ഇൻ സച്ച് സ്റ്റേറ്റ് അല്ലെ, അത്തരം സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ സൊസൈറ്റി സ്റ്റേറ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം അല്ലെ? അതായത് വേറൊന്നല്ല, ഓരോ സ്റ്റേറ്റ്സ് അവരുടേതായിട്ടുള്ള ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം സൊസൈറ്റി ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ സ്റ്റേറ്റ് ആക്ടിന്. അപ്പോ ഈ സ്റ്റേറ്റ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയുള്ളത് ഓരോ സ്റ്റേറ്റ് വൈസ് ആകുമ്പോൾ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ എന്ത് ചെയ്യുക? ആ ഒരു രജിസ്റ്റർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ 2 ആക്ടുകളെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആക്ട് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഓർ നഴ്സിംഗ് ഹോംസ്. ഇനി നെക്സ്റ്റ് അതർ വരുന്ന എന്താണ്? ഹോസ്പിറ്റൽസിനും അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസിനൊക്കെ വരുന്ന ആക്ടുകളാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. There are regional laws in such each state controlling the establishment and standards about the hospitals and nursing homes. അല്ലെ? ഇപ്പോ ആശുപത്രികളിലും അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകൾ അല്ലെ,
സ്ഥാപനത്തെയും അവരുടെ മാനദണ്ഡങ്ങളെയും അല്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ് നഴ്സിംഗ് ഹോമുകൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ എങ്ങനെയൊക്കെയാണ് മാനേജ്മെന്റ്, അവരെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് എന്താണ് പ്രാദേശിക നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തും ഉണ്ട്. റീജിയണൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സംസ്ഥാനങ്ങളിലും ഡിഫറെന്റ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇങ്ങനെയുള്ളത് നഴ്സിംഗ് ഹോംസിന്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെയും അവരുടെ മാനേജ്മെന്റ് അല്ലെ, അവരുടെ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതിന് റീജിയണൽ ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ലോസും കാര്യങ്ങളും ഓരോ സംസ്ഥാനത്തും ഉണ്ട് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി അങ്ങനെ വരുന്ന ആക്ടുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഷോപ്സ് മീൻസ് നമുക്കറിയാം പലതരത്തിലുള്ള ഷോപ്സുകളൊക്കെ ഉണ്ട്. ആ ഒരു സെയിം മീനിങ് തന്നെയാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. എന്താണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് നമുക്ക് നോക്കാം. Any establishment legally coming under this definition within the regional municipal jurisdiction should be registered under this act. എന്തെങ്കിലും ക്ലിയർ ആയോ? ഓക്കെ, ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗൽ ആയിട്ടുള്ള അല്ലെ, അതായത് ഇപ്പോ പ്രാദേശികമായിട്ടുള്ള, റീജിയണൽ മീൻസ് പ്രാദേശികം, അതായത് ഒരു ഏരിയനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ റീജിയണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ മുനിസിപ്പൽ അധികാര പരിധിക്കുള്ളിൽ നമ്മളൊക്കെ ഇപ്പൊ നമ്മൾ ഓരോരുത്തർ താമസിക്കുന്നത് ഒരു ചിലപ്പോൾ ഒരു പഞ്ചായത്തിന്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ അങ്ങനെ ഒരു ടൗൺ ഏരിയയൊക്കെ വരുമ്പോൾ എന്താണ് മുനിസിപ്പലിന്റെ കീഴിലായിരിക്കുമല്ലോ. അപ്പോ അങ്ങനെ വരുന്നത്, അതായത് പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിക്കുള്ളിൽ നിയമപരമായിട്ട് ഈ നിർവചനത്തിന് കീഴിൽ വരുന്ന ഏതൊരു സ്ഥാപനവും ഈ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ആ ഒരു മുനിസിപ്പൽ ആണെങ്കിൽ ആ ഒരു പരിധിക്കുള്ളിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ദി ആക്ട് ഈസ് ഡിസൈൻഡ് ടു മാനേജ് ദ പേയ്മെന്റ് ഓഫ് വേജസ്, അവേഴ്സ് ഓഫ് വർക്ക്, ലീവ്, ഹോളിഡേസ്, ടേംസ് ഓഫ് സർവീസ് ആൻഡ് അതർ വർക്ക് കണ്ടീഷൻസ് ഓഫ് പീപ്പിൾ ഹു ആർ എംപ്ലോയ്ഡ് ഇൻ ദ ഷോപ്പ്. ഈ ആക്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? മാനേജ് ദ പേയ്മെന്റ് ഓഫ് വേജസ് അല്ലെ, നിങ്ങൾക്ക് നോക്കി മനസ്സിലായി കാണുമല്ലോ വേജസിനെ പറ്റി അല്ലെ, അവരുടെ ശമ്പളം, അവേഴ്സ് ഓഫ് വർക്ക്, എത്ര അവർ വർക്കിംഗ് ടൈം ഉണ്ട്, ഹോളിഡേസ്, ഏതൊക്കെയാണ് അവർക്ക് ഹോളിഡേസ്, പിന്നെ ലീവിന്റെ കാര്യങ്ങൾ. ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിക്കോട്ടെ നമ്മൾക്ക് ഇത്ര അവേഴ്സ്, ഇപ്പൊ ഒരു മന്തില് ഇത്ര ലീവ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര ലീവുകളാണ്, അല്ലെങ്കിൽ ഹോളിഡേസ്, ടേംസ് ഓഫ് സർവീസ് അല്ലെ, എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ വർക്ക് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എംപ്ലോയിഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരുടെ തൊഴിലും ഇതുപോലെയുള്ള വർക്കിംഗ് ടൈം എങ്ങനെയാണ്, ലീവ്, ഹോളിഡേസ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിലാണ്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് നമ്മളുടെ ആ ലൊക്കാലിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ആ മുനിസിപ്പലിന് കീഴിൽ വരുന്ന ഷോപ്സുകളും സ്ഥാപനങ്ങളൊക്കെ എന്തിനു കീഴിൽ രജിസ്റ്റർ ചെയ്യണം? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുക. അവര് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു ഷോപ്സിലെ പേയ്മെന്റ്സ് അല്ലെങ്കിൽ വേജസ്, എത്ര മണിക്കൂർ, അവേഴ്സ് ഓഫ് വർക്ക്, ലീവ്, ഹോളിഡേസ്, സർവീസ്, അതർ വർക്ക് കണ്ടീഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മള് PCPNDT ആക്ട് നോക്കാം. PCPNDT നിങ്ങള് നമുക്ക് ചിലപ്പോൾ പേര് കേൾക്കുമ്പോ ഫസ്റ്റില് കേൾക്കണ പോലെ തോന്നാം, പക്ഷെ സംഭവം നമുക്ക് എളുപ്പമുള്ളതാണ്, നമുക്ക് കോമണി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഈ ആക്ടിൽ പറയുന്നത്. PCPNDT ആക്ട്. PCPNDT ആക്ട് ആസ് അപ്രൂവ്ഡ് ഓൺ 20 സെപ്റ്റംബർ 1994. 1994 ഈ PNDT ആക്ട് നിലവിൽ വരുന്നത്. PNDT എന്താണ് ഫുൾ ഫോം? PNDTയുടെ PCPNDT നോക്കി, പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ അല്ലെ. നോക്കി, ദ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്, അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഫുൾ ഫോം. പ്രീ കൺസെപ്ഷൻ, PC, പ്രീ കൺസെപ്ഷൻ. പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രീ അല്ലെ, പ്രീ കൺസെപ്ഷൻ ആൻഡ് വീണ്ടും പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് അല്ലെ. നേറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മള് നേറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങളുടെ ഒരു നെറ്റീവ് അല്ലെ, അങ്ങനെ പറയുന്നത് നമ്മള്. നേറ്റൽ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർവചിക്കുക അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടെത്തുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് ഡയഗ്നോസ്റ്റിക് അല്ലെ, ടെക്നിക്. അപ്പൊ ഓക്കെ, ക്ലിയർ ആയാലോ? PNDT എന്ന് പറഞ്ഞാൽ പ്രീ
conception and prenatal diagnostic techniques. Okay. Prohibition of sex selection. Prohibition of sex selection act. Okay. Is statute approved to stop female feticide that has resulted in declining female sex ratio in India. നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. എന്നാണ് നിലവിൽ വന്നത്? സെപ്റ്റംബർ 20, 1994 PCPND ആക്ട് നിലവിൽ വന്നത്. ഫുൾ ഫോം ബൈഹാർട്ട് ഇത് തന്നെ പഠിക്കണം. ഓക്കെ. ഇനി എന്താണത്? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ അല്ലെ. അതായത് ഇത് 20 സെപ്റ്റംബർ 1994 നിലവിൽ വന്നു അല്ലെ. അതായത് സെക്സ് സെലക്ഷൻ ഇപ്പോ നമ്മള് ഹോസ്പിറ്റലുകളിൽ, നമ്മൾ ചില ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലിംഗനിർണയ ബോർഡ് സ്ഥാപിച്ചിട്ട് പൊതുജനങ്ങൾക്കിടയിൽ അവബോധമൊക്കെ സൃഷ്ടിക്കുന്നത്. അതായത് ആൺകുട്ടിയാണോ അല്ലെങ്കിൽ ഫീമെയിൽ ആണോ അല്ലെങ്കിൽ മെയിൽ ആണോ എന്ന് നമുക്ക് ഒരു ഡോക്ടറിന് പുറത്ത് പറയാൻ പാടില്ല. ചിലപ്പോൾ ഡോക്ടേഴ്സിന് അത് അറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ സ്കാനിങ്ങിലൂടെയൊക്കെ അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അതെന്താണ്, നമ്മൾ പേഷ്യൻസിനോട് ഒരിക്കലും പറയാൻ പാടില്ല. അതെന്താണ്, ഈ ആക്ടിന് കീഴിൽ അല്ലെങ്കിൽ ഈ ആക്ടുമായിട്ട് കണക്റ്റഡ് ഇതാണ് അല്ലെ. അത് പ്രൊഹിബിഷൻ ആണ്. ഈ സെക്സ് സെലക്ഷൻ എന്ന് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താണ്, നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഫീമെയിൽ സെക്സ് റേഷ്യോ വളരെയധികം ഡിക്ലൈൻ ആയിട്ട് വരുന്നതാണ്, കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിപ്പോ കാണുന്നത് അല്ലെ. ഇപ്പൊ ചിലങ്ങളിൽ എന്താണ്, ഇപ്പൊ പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ അതിനെ അബോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ആക്ട് ഒക്കെ നിലവിൽ വന്നിരിക്കുന്നത് അല്ലെ. അതായത് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ ഈ ഭ്രൂണഹത്യയിലേക്ക് നയിക്കുന്ന അങ്ങനെ ഒരു അത് തടയുക എന്നുള്ളൊരു മെയിൻ ആയിട്ട് അത് തടയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്നൊരു ആക്ടാണ് PCPND ആക്ട് എന്ന് പറയുന്നത്. 1994 സെപ്റ്റംബർ 20 ഇത് പ്രാബല്യത്തിൽ വന്നത്. പക്ഷേ 2011 ആയപ്പോൾ ഇത് കർശനമായിട്ട് ഇത് എന്താണ്, പ്രൊഹിബിഷൻ ആണ് അല്ലെങ്കിൽ കർശനമായിട്ട് ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2011 അല്ലെ. പിന്നെ നമ്മൾക്കറിയാം ചിലപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അല്ലെ, ഇപ്പൊ അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ അത് പ്രൊഹിബിറ്റഡ് അല്ല. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ അത് എന്താണ്, ഇത് ഈ ആക്ടിന് കീഴിൽ കർശനമായിട്ട് അത് നിരോധിച്ചിരിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിൽ ചിലപ്പോ ഈ പറഞ്ഞ ഫോറിൻ കൺട്രീസിലൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരു ആക്ട് ഒന്നും അവിടെ നിലനിൽക്കുന്നില്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് PNDT ആക്ടില് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? നെക്സ്റ്റ് നമുക്ക് പോകാം. MTP ആക്ട് അല്ലെ. MTP ആക്ട് നോക്കിയേ. MTP ആക്ട് എന്താണെന്ന് നോക്കാം. The medical termination of pregnancy act. MTP എന്ന് വെച്ചാൽ എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. നിലവിൽ വന്നത് 1971 നിലവിൽ വന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നതെന്ന് നോക്കാം. പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കുമല്ലോ. നമുക്ക് നോക്കാം. An act to provide for stoppage of certain pregnancy by registered medical practitioners and for matters linked therewith അല്ലെ. നോക്കി എന്തായിരിക്കും അപ്പോ PNDT പറയുന്നത്? സെക്സ് സെലക്ഷൻ പറയുന്നതിന് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് MTP ആക്ടിൽ പറയുന്നത് നോക്കാം. MTP ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് കാണും. നോക്കാം. അതായത് രജിസ്റ്റർ ചെയ്ത ഒരു മെഡിക്കൽ പ്രാക്ടീഷണർമാർ ചില പ്രഗ്നൻസി അല്ലെങ്കിൽ ചില പ്രഗ്നൻസി സിറ്റുവേഷൻസിൽ എന്താണ്, ഗർഭധാരണം നിലനിർത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള ഒരു നിയമം വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് 20 വീക്സ് വരെയൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തില് എന്താണ്, അങ്ങനെയുള്ള കേസസ് മാത്രം എന്ത് ചെയ്യാം, ഇങ്ങനെ അബോർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു നിയമം കൊടുക്കുന്നുണ്ട്. അത് ഡോക്ടേഴ്സ് ആണ് നൽകുന്നത്. അത് ചില കാരണങ്ങളിൽ മാത്രം, ചില വ്യവസ്ഥകളിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? ഇപ്പോ എന്താണ്, ഇപ്പൊ റേപ്പിംഗ് കേസസ് അങ്ങനെയുള്ള കേസസ് ഒക്കെ വരല്ലേ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഇത് എന്താണ്, ഈ MTP ആക്ട് വഴി ഒരു ഡോക്ടർ ഇങ്ങനെ നമുക്കത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ളത് നമ്മൾ അബോർട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താണ്, ഇപ്പൊ മാനസിക മെന്റലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവും. ചിലപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇപ്പൊ പ്രഗ്നൻസിക്ക് അങ്ങനെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ചിലപ്പോ അവരുടെ തന്നെ ജീവന് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള പ്രഗ്നൻസി കേസുകളൊക്കെ വരുമ്പോഴും നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ്, 24 hours അല്ലെ 24 വീക്ക് വരെ നമ്മൾക്ക് ഇങ്ങനെ ഈ അബോർട്ടിങ് ചെയ്യാം എന്നുള്ളൊരു ഇതാണ് പറയുന്നത്. പിന്നെ എന്താണ്, പിന്നെ ഒരു കാര്യം പ്രത്യേകം MTP ആക്ടിൽ പറയുന്നത്, ഇത് വിവാഹിതർക്ക് മാത്രമുള്ള ഒരു
എന്താണ് ഈ ഒരു നിയമം ബാധകമാണെന്നാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമുക്ക് MTP ആക്ടില് പുതിയ ഭേദഗതികളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ഇപ്പൊ ലിവിങ് ടുഗദർ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ആക്ടിൽ കുറെ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത്രയും നോക്കാനുള്ളൂ മെയിൻ ആയിട്ട്. MTP ആക്ട് എന്താണെന്ന് അല്ലെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ് 1971 വന്നു. മെയിൻ ആയിട്ട് എന്താണ്, ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകളിൽ മാത്രം നമുക്ക് ഇങ്ങനെയുള്ള അബോർട്ടിങ്ങും കാര്യങ്ങളും ബാധകമാണ്. അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമ്മൾ MTP ആക്ട് നോക്കി, PCPNDT. ഓക്കെ, നമ്മൾ മാറിപ്പോകില്ലല്ലോ. നിങ്ങൾക്ക് PCPNDT ഫുൾ ഫോം അറിയാം, പ്രീ കൺസെപ്ഷൻ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് അല്ലെ. MTP എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. ഇത് 20 സെപ്റ്റംബർ 1994. ഇമ്പോർട്ടന്റ് ആണ് ഇയറും ഡേറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ പറയുന്ന ആ ടേം തന്നെ വേസ്റ്റ് അല്ലെ. ഇനി ബയോമെഡിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഹോസ്പിറ്റൽ പരമായിട്ട് അല്ലെ ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ ബയോമെഡിക്കൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല് അല്ലെ ഹോസ്പിറ്റലുമായിട്ടുള്ള മാലിന്യങ്ങൾ, അവിടെയുള്ള മാലിന്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് the biomedical waste management and handling rules 1998 came in operation on 1998 അല്ലെ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഒരു ടേം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റൂള്, ഇതിനും നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു റൂള് കെയിം ചെയ്തിട്ട് വന്നത് എന്നാണ്, 1998 വന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് അതർ വേസ്റ്റ്. നമുക്കറിയാം മറ്റു വേസ്റ്റുകളുടെ ഒപ്പം എന്ത് ചെയ്യാൻ പാടില്ല, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. മറ്റു നമുക്ക് അത്യാവശ്യം നമുക്കറിയാം എന്താണ് ബാക്കി പേപ്പറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇടുന്ന വേസ്റ്റ് ബിൻ ഉണ്ടാവുമല്ലോ. അപ്പോ അങ്ങനെയുള്ള വേസ്റ്റ് ബിന്നായിട്ട് മിക്സ് ചെയ്ത് ഒരിക്കലും ബയോമെഡിക്കൽ വേസ്റ്റ് ഇടാൻ പാടില്ല. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി sorted out containers, bags at the points of generation before its storage, transportation, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ അല്ലെ. അതായത് എന്താണ്, ഈ ബയോമെഡിക്കൽ മാലിന്യം സംഭരിക്കുന്നതിന് മുൻപ് അവ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടെയ്നർ ബാഗുകൾ സ്ഥാപിക്കണം അല്ലെ. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗ്സ് നമ്മൾ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ നമ്മള് എന്താണ് നമ്മള് ഇഞ്ചക്ഷൻ പഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇടാനായിട്ട് ഇപ്പൊ നമ്മള് ഒരു ലാബിലൊക്കെ ചെല്ലുമ്പോ അതിന് അവര് പഞ്ഞിയൊക്കെ ഇടാനായിട്ട് ഒരു വേസ്റ്റ് ബിൻ ഇട്ടിട്ടുണ്ടാവില്ലേ. അപ്പോ ഇങ്ങനെയുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബിൻസുകളും അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സും ബാഗ്സും എന്ത് ചെയ്യുക, സ്ഥാപിക്കുക ഡിസ്പോസൽ ചെയ്യാനായിട്ട് വേണ്ടി അല്ലെ. അതിനുള്ള പ്രത്യേകം ട്രാൻസ്പോർട്ടേഷനിൽ ഇവർ ഈ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ വേറെ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യലായിരിക്കും, സേഫ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ഹോസ്പിറ്റൽസിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകം എന്ത് ചെയ്യുക, കണ്ടെയ്നേഴ്സും ബാഗ്സുകളും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. അതിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ, സിമ്പിൾ ആണ് അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ് ബയോമെഡിക്കൽ വേസ്റ്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, പ്രിവെന്റേഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഒരു ആക്ട് ആണ് പറയുന്നത്, പ്രിവെന്റേഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി. എന്താണ് പ്രിവെന്റേഷൻ എന്ന് പറഞ്ഞാൽ തടയുക, ഈ വയലൻസ് ആക്രമണങ്ങളെയും അല്ലെങ്കിൽ പ്രോപ്പർട്ടികളെ നശിപ്പിക്കുക, ഡാമേജ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തടയുക എന്നുള്ള ഒരു ആക്ട് നിലവിൽ വന്നത് 2012 ഈ ആക്ട് നിലവിൽ വന്നത്. നിങ്ങൾ ഇപ്പൊ നമ്മൾ ഒത്തിരി ആക്ടുകൾ നോക്കിയല്ലേ, നിങ്ങൾക്ക് അറിയാം കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും അത്യാവശ്യം നിങ്ങൾ ബൈഹാർട്ട് ചെയ്തതിന് ഓരോ ഇയേഴ്സും പഠിക്കണം. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഡേറ്റുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അപ്പൊ പ്രിവെന്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നോക്കിയേ, ആൻ ആക്ട് ടു ബാൻ വയലൻസ് അഗെയിൻസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺസ് ആൻഡ് to prevent damage and loss to property in healthcare service institution and for matters related therewith. എന്താണ്, അതായത് പ്രിവെന്റേഷൻ തടയുക അല്ലെ, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. പ്രിവെന്റേഷൻ ഓഫ് വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ആരോഗ്യ പരിപാലന മേഖല, ഹെൽത്ത് കെയർ സർവീസ് അല്ലെ, ആരോഗ്യ പരിപാലന മേഖലയും അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ നിരോധിക്കുക, എന്താണ് പ്രിവെന്റ് ചെയ്യുക, നിരോധിക്കുന്നതിനും പിന്നെ എന്താണ് ആരോഗ്യ ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ,
ആരോഗ്യ സേവന സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്വത്തുക്കൾക്കോ അല്ലെങ്കിൽ ഡാമേജസ് കേടുപാടുകൾക്കോ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രിവെന്റേഷൻ ഓഫ് വയലൻസ് ആക്ടിൽ വരുന്നത്. ഒന്നുമില്ല, എന്താണ് ഈ വയലൻസ്, അതായത് ഹെൽത്ത് കെയർ സർവീസിന് നേരെയുള്ള അക്രമങ്ങൾ തടയുക, ഹോസ്പിറ്റൽസിന് നേരെ വരുന്ന അക്രമങ്ങൾ തടയുക, പിന്നെന്താണ് അവരുടെ ഡാമേജസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, അവരുടെ സ്വത്തുക്കളെ സംബന്ധിച്ച് പ്രോപ്പർട്ടീനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിവെന്റേഷൻ വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ടിന് നമുക്ക് ആക്ടിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് അത് അതിന്റെ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. നിലവിൽ വന്നത് 2012 ഓക്കെ. ഇപ്പൊ നമ്മളുടെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഇന്നെടുത്ത ക്ലാസ്സുകൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ കുറച്ച് ആക്ടുകളെ പറ്റിയാണ്, ബാക്കിയുള്ള ആക്ടുകളാണല്ലോ പറഞ്ഞത് അല്ലെ? ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ്. നോക്കാം. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് നമ്മൾ പറഞ്ഞു, നിലവിൽ വന്നത് 1860 പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ചാരിറ്റബിളിന് കീഴിലുള്ള അല്ലെ, ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെയുള്ളതിന്റെ രജിസ്ട്രേഷൻ ആണ് സൊസൈറ്റി ആക്ടിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നോക്കി സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെ. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റേറ്റിന് കീഴിലും ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് നിലകൊള്ളുന്നു. അവരെന്ത് ചെയ്യുന്നു? നിയമങ്ങൾ അവർ തന്നെ നിർമ്മിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് നമ്മള് നോക്കി എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഓക്കെ. സോഷ്യൽ ആൻഡ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മുനിസിപ്പലിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഷോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കീഴിൽ വരുന്നതായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെ. പിന്നെ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്? ആ ഷോപ്സിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ വേജസ്, അവേഴ്സ് ഓഫ് വർക്ക്, എത്ര അവർ വർക്ക് ചെയ്യുന്നു, ലീവ്, ഹോളിഡേസും, സർവീസസ്, അതർ വർക്ക് കണ്ടീഷൻസ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ അവര് ഷോപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കി PCPND ആക്ട് അല്ലെ. എന്നാണ് നിലവിൽ വന്നത്? ഇമ്പോർട്ടന്റ് ആണ്. 20 സെപ്റ്റംബർ 1994 നിലവിൽ വന്നത് അല്ലെ. ഇനി എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല്? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേച്ചർ ഡയഗ്നോസ്റ്റിക് ടെക്നിക്. ഓക്കെ. ഇതിനു വേണ്ടിയിട്ടാണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിയത് MTP ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1997 നിലകൊണ്ടത്. എന്തിനു വേണ്ടി? സ്റ്റോപ്പ്. നമ്മൾക്കറിയാം ചില വ്യവസ്ഥകള് ഉദ്ദേശിച്ചുകൊണ്ട് ചില വ്യവസ്ഥകളിൽ മാത്രം ഇങ്ങനെയുള്ള അബോർട്ടിംഗ് കേസസുകൾ ചില വ്യവസ്ഥകളിൽ മാത്രം സാധ്യമാകുന്നതിനായിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു ആക്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിയത് ബയോമെഡിക്കൽ വേസ്റ്റ്, അതായത് ഇങ്ങനെയുള്ള ഒരു റൂള് നിലവിൽ വന്നത് 1998 ഇനി എന്താണ് നമ്മൾ പറഞ്ഞത്? മെഡിക്കൽ വേസ്റ്റ് മറ്റു വേസ്റ്റുകളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ എന്ത് വേണം? ബയോമെഡിക്കൽ വേസ്റ്റ് ഇടാൻ വേണ്ടി സെപ്പറേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ ബാഗ്സോ നിർബന്ധമായിട്ടും ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടി വെക്കണം. അങ്ങനെയുള്ളതിൽ മാത്രമേ ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ നോക്കി പ്രിവെന്റേഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി. എന്നാണ് നിലവിൽ വന്നത്? 2012 ഈ ആക്ട് നിലവിൽ വന്നത്. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇയർ മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഹെൽത്ത് സർവീസ് മേഖലയില് അല്ലെങ്കിൽ എന്താണ് ആരോഗ്യ സേവന മേഖലകൾക്കെതിരെ വരുന്ന ആക്രമണങ്ങളും അവരുടെ പ്രോപ്പർട്ടിയെ ബാധിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഡാമേജസ് ഒക്കെ വരുത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ആക്ട് വഴി നമുക്ക് അതിനെതിരെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ. എത്തിക്കൽ ആൻഡ് ലീഗൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ തന്നെ നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. ഒത്തിരി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഒത്തിരി ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആ ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചാപ്റ്ററും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കണം കേട്ടോ. നമ്മൾ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങാലോ, സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റലിനെ പറ്റിയാണ് ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. ഇത് നിങ്ങൾക്ക് എത്തിക്കലിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുണ്ട്. കുറച്ച് റയർ ആയിട്ടുള്ള ടേംസുകൾ നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് ക്ലാസ്സിൽ എത്തുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കും കേട്ടോ. ഓക്കെ. ആദ്യം നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും പുതിയ പുതിയ ടേംസും കാര്യങ്ങളും കുറച്ച് വരുന്നുണ്ട്. മറ്റ് ചാപ്റ്ററുകളെ അപേക്ഷിച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും നമുക്ക് എളുപ്പമായിട്ട് തീർക്കാം കേട്ടോ. ഓക്കെ.
പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു ഹോസ്പിറ്റലില് അല്ലെ PRO എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PRO എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് അല്ലെ, ഒരു പൊസിഷനാണ് അത് PRO എന്ന് പറയുന്നത് അല്ലെ. അതായത് പബ്ലിക് റിലേഷൻ ഓഫീസർ, അതിനെയാണ് നമ്മൾ ഈ ഷോർട്ടായിട്ട് PRO എന്ന് പറയുന്നത്. ആ PRO ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള നമ്മളിപ്പോ ഒരു സൂപ്പർവൈസർ എന്നൊക്കെ പറയില്ലേ, ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ സൂപ്പർവൈസർ ആണെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹമായിരിക്കും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു വർക്കേഴ്സിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. അങ്ങനെയുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഒരു സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ആരായിരിക്കും, ആ ഒരു സൂപ്പർവൈസർ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഏറുണ്ട് PRO എന്ന് പറഞ്ഞൊരു ഒരു പൊസിഷൻ, ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ PRO ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഹോസ്പിറ്റൽസിലെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടറെ പോലെ പ്രവർത്തിക്കുന്നത് ആരായിരിക്കും, PRO ആണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ PROന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ പബ്ലിക് റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലില്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഒരു പിക്ചർ കാണുന്നില്ലേ, ഹു വാസ് എഡ്വേർഡ് ബെർണൈസ് അല്ലെ. എഡ്വേർഡ് ബെർണൈസ് ആരാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് പുതിയ ആളുകളൊക്കെ ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടാൻ പോവുകയാണ്. എഡ്വേർഡ് ബെർണൈസ് നോക്കാം. 1891 അല്ലെ, 1891 അദ്ദേഹം ജനിച്ചത്. 1995 അദ്ദേഹം മരണപ്പെട്ടു അല്ലെ. 104 ഇയേഴ്സ് ആണ് അപ്പൊ അദ്ദേഹം ജീവിച്ചത്. ഇനി നമുക്ക് നോക്കാം. ഇനി അങ്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സൈക്കോളജിയിലെ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? റെസ്പോൺസ് ചെയ്യാമോ? ഇടയ്ക്ക് ഞാൻ ചോദിക്കണേ, എനിക്കൊന്ന് റെസ്പോൺസ് ചെയ്യണേ. സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? റെസ്പോൺസ് ഇല്ലല്ലോ. കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിയിലെ ഒരു ശാസ്ത്രജ്ഞനാണ്. സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറഞ്ഞൊരു തിയറി കൊണ്ടുവന്നൊരു ശാസ്ത്രജ്ഞനാണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ ഒരു അങ്കിളാണ് ഈ പറഞ്ഞ എഡ്വേർഡ് ബെർണൈസ്. ജസ്റ്റ് അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് മാത്രം പറയുന്നുള്ളൂ കേട്ടോ, അതിൽ കൂടുതലൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോ ഇനി എഡ്വേർഡ് ബെർണൈസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹം ആരാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എഡ്വേർഡ് ബെർണൈസ് അല്ലെ. ബെർണൈസ് എഡ്വേർഡ് ബെർണൈസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്ന പബ്ലിക് റിലേഷൻ അല്ലേ. അപ്പോ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആണ് എഡ്വേർഡ് ബെർണൈസ് അല്ലെ. നോക്കിയേ, കോയിനഡ് പബ്ലിക് റിലേഷൻ കൗൺസിൽ അല്ലെ. അതായത് പബ്ലിക് റിലേഷൻസിന്റെ കൗൺസിലാണ് അദ്ദേഹമാണ് പബ്ലിക് റിലേഷൻസ് എന്നുള്ളൊരു ടേം കൊണ്ടുവന്നതും. അദ്ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹമാണ് ഈ PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷന്റെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റോഡ് ഫസ്റ്റ് PR ബുക്ക് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അദ്ദേഹം എഴുതിയ ഫസ്റ്റ് ബുക്കാണ്, അതായത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള PR ബുക്ക് അല്ലെ. അദ്ദേഹം എഴുതിയ ഒരു ആദ്യത്തെ ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്. ക്രിസ്റ്റലിംഗ് പബ്ലിക് ഒപ്പീനിയൻ ബുക്ക് ഈസ് റിട്ടൺ ബൈ ആരെന്ന് ചോദിക്കാം അല്ലെ, എഡ്വേർഡ് ബെർണൈസ്. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആണ് എഡ്വേർഡ് ബെർണൈസ്. ഇനി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. തോട്ട് ഫസ്റ്റ് PR കോഴ്സ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ഈ PR കോഴ്സ് അദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ. അദ്ദേഹം തന്നെ സ്വയം എന്താണ്, സ്വയം PR പ്രൊഫഷണൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഡ്വേർഡ് ബെർണൈസിനെ പറ്റി പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ തന്നെ എല്ലാവരും പഠിച്ചു കാണൂലേ? എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. ഇനി അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. രണ്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാം. ഇനി അദ്ദേഹം കോഴ്സ് എടുത്തത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഇനി എന്താണ്? ഫസ്റ്റ് കോൾ ഹിംസെൽഫ്, സ്വയം PR പ്രൊഫഷണൽ എന്ന് പറയുന്നു. ഓക്കെ, ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷന്റെ ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. പബ്ലിക് റിലേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, പബ്ലിക് റിലേഷൻ നോക്കാം. പബ്ലിക് റിലേഷൻസ് മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. ആരാണിത് പറഞ്ഞത് ഈ ഡെഫിനിഷൻ?
ജോൺ മില്ലറ്റ് അല്ലെ? ജോൺ മില്ലറ്റ് ആണ് ഈ പബ്ലിക് റിലേഷനെ പറ്റി. നിങ്ങളപ്പോ ഈ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ആരാണ് പറഞ്ഞതെന്നും കൂടി പഠിക്കണം. ചിലപ്പോ നമ്മൾക്ക് ഈ ഡെഫിനേഷൻ തരാം അല്ലെ? ഡെഫിനേഷൻ തന്നിട്ട് ഇത് ആരാണ് ഈ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഫോം ചെയ്തതെന്ന് ചോദിക്കാം അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അത് പഠിച്ചു പോകുക. ഡെഫിനേഷൻസ് നോക്കാം. പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് വാട്ട് ദ പബ്ലിക് ഹോപ്സ് അല്ലെ? ഫോർ explaining how administration is satisfying these desires. നോക്കേ, അപ്പൊ എന്താണ് പബ്ലിക് എന്ന് പറഞ്ഞാൽ ആരാണ്? പൊതുജനങ്ങൾ അല്ലെ? നമ്മൾ പറയില്ലേ പബ്ലിക് എന്ന്, നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് തന്നെയാണ് പബ്ലിക് അല്ലെ? പൊതുജനം അല്ലെ? പൊതുജനം എന്ത് പ്രതീക്ഷിക്കുന്നു? നോയിങ് വാട്ട് ദ പബ്ലിക് ഹോപ്സ് അല്ലെ? ഹോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, പബ്ലിക് റിലേഷൻ മീൻസ് അല്ലെ പൊതുജനം എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും ആൻഡ് എക്സ്പ്ലെയിനിങ് അവരുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഭരണം അല്ലെ അഡ്മിനിസ്ട്രേഷൻ ഈസ് സാറ്റിസ്ഫൈങ് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളെ ഭരണം എങ്ങനെയൊക്കെയാണ് സംതൃപ്തി സാറ്റിസ്ഫൈഡ് ആക്കുന്നതെന്നും വിശദമാക്കുന്നു എന്നാണ് പബ്ലിക് റിലേഷൻ പറയുന്നത്. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ പബ്ലിക് PR എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. അപ്പോ അവരുടെ പൊതുജനത്തിന്റെ താല്പര്യത്തെ അല്ലെങ്കിൽ പൊതുജനം എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും അറിയാനും അവരുടെ ഇഷ്ടത്തിന് എങ്ങനെയൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതെന്നും അവർ സംതൃപ്തമാക്കുന്നതെന്നും വിശദീകരിക്കുന്നതാണ് ഈ പബ്ലിക് റിലേഷൻ എന്നാണ് ആര് പറയുന്നത്? ജോൺ മില്ലറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തതിന് ഡെഫിനേഷൻ ഒന്ന് പഠിക്കാം. ആരാണ് ആ ഡെഫിനേഷൻ പറഞ്ഞത്? വ്യക്തി ജോൺ മില്ലറ്റ് അല്ലെ? നമ്മൾ എന്തെങ്കിലും നിങ്ങളൊരു കോഡെ കൊച്ചൊന്ന് പഠിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു ഇതും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഒരു ഡെഫിനേഷൻ വരുന്നുള്ളൂ കേട്ടോ. ഡെഫിനേഷൻ നോക്കാം, ഒന്നും കൂടി ശ്രദ്ധിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഒന്ന് വായിക്കാം. പബ്ലിക് റിലേഷൻ എന്താണ് എന്ന് വെച്ചാൽ മറ്റു പബ്ലിക് പൊതുജനം എന്ത് പ്രതീക്ഷിക്കുന്നു, അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ എന്നാണ് ജോൺ മില്ലറ്റ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Public relation is an organized process to influence public opinion through sound character and genuine performance on the basis of mutually satisfactory two-way communication. ഇത് വേറൊരു ഡെഫിനേഷൻ ആണ് പറയുന്നത്. ആര് പറഞ്ഞ അങ്ങനെ വ്യക്തിയുടെ പേരൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണ്. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പബ്ലിക് ഒപ്പീനിയൻ. നമ്മൾ പറഞ്ഞു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ആർക്കാണ്? പബ്ലിക്കിനായിരിക്കും. അപ്പോ പ്രോസസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെ ഒരു ആശയവിനിമയത്തിന് അല്ലെ ടു വേ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ആശയവിനിമയത്തിന് പരസ്പരം അല്ലെ രണ്ടു പേർക്കും സംതൃപ്തി നൽകുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിൽ നല്ല സ്വഭാവത്തിലൂടെയും അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിലൂടെയും പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിത പ്രക്രിയയാണ് എന്ത് പബ്ലിക് റിലേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? പൊതുജനങ്ങൾക്ക് പബ്ലിക്കിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക, അവരുടെ ഒപ്പീനിയൻസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക, അങ്ങനെയുള്ളൊരു രണ്ടുപേരും തമ്മിലുള്ള ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലേ? അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യമാണ് പബ്ലിക് റിലേഷൻസിൽ പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ഡെഫിനേഷൻസ് ഒന്ന് നോക്കാം. നിങ്ങളൊന്ന് ഓരോരുത്തരായിട്ടൊന്ന് വായിക്കാമോ? ഫസ്റ്റ് ജാസ്മിൻ ഒന്ന് വായിക്കോ. ഫസ്റ്റത്തെ ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞേ, വായിച്ചു ഒന്ന് നോക്കി. Public relations means knowing what the public hopes for and explaining how administration is satisfying these desires. ഓക്കെ, ആരാണ് പറഞ്ഞത്? ജോൺ മില്ലറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് വേണോ? നെക്സ്റ്റ് ഡെഫിനേഷൻ ഒന്ന് വായിച്ചു വേഗം. Next one. Public relation is an organized process to influence public opinion through sound character and genuine performance on the basis of mutually satisfactory two-way communication. Okay. Clear ആയല്ലോ? അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. ഇനി നമ്മള് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. ഇനി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പോയിന്റ്സ് ആയിട്ടാണ് കേട്ടോ. എളുപ്പമാണ്, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്.
നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അറിയാലോ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്ക് പബ്ലിക്കിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഈ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ എന്തിനു വേണ്ടിയൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഒരു PR ഒരു പൊസിഷൻ എന്നുള്ള ഒരു പൊസിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു പൊസിഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, enlarge visibility for the hospitals, employees, programs and services. അല്ലെ, അതിനു വേണ്ടിയൊക്കെ ആയിരിക്കും ഈ ഹോസ്പിറ്റൽസിലുള്ള ജീവനക്കാർക്ക് ചില സേവനങ്ങളും അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതിന് ഒരു ദൃശ്യപരത വർദ്ധിപ്പിക്കുക. അതായത് അവരുടെ സേവനങ്ങൾക്ക് അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും കൂടി ആര് തിരക്കണം, ഈ പബ്ലിക് PRO തിരക്കണം അല്ലെ. അതായത് ഹോസ്പിറ്റൽ എംപ്ലോയീസിന്റെ അവരുടെ ജീവനക്കാരുടെ പ്രോഗ്രാംസും സർവീസസിനെ പറ്റി ഒരു ഇത് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളേക്ക് ഒന്ന് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, പൊസിഷൻ the hospital as the healthcare leader and authority within the community or region. അല്ലെ, പൊസിഷൻ the hospital as the healthcare leader. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ലീഡർ എന്നുള്ള പൊസിഷനാണ് ആർക്കുള്ളത്, PRO അല്ലെങ്കിൽ ഈ പബ്ലിക് റിലേഷന് ഉള്ളത്. അപ്പോ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ നോക്കി അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ അല്ലെ, കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ പിന്നെ പ്രദേശത്തോ ഉള്ള ഒരു ഹെൽത്ത് കെയർ ലീഡറായും അതോറിറ്റി ആയിട്ടാണ് ആര് പ്രവർത്തിക്കേണ്ടത്, ഹോസ്പിറ്റലിനെ സ്ഥാപിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ ഒരു ഹെൽത്ത് കെയർ ലീഡറാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. അവിടെ ഒരു PRO ഉണ്ട്, ആ PRO ആണ് ഈ ഒരു ലീഡറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽസിന്റെ അല്ലെങ്കിൽ പൊതുജനത്തിന് നല്ല രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ പേഷ്യൻസിന് പൊതുജനത്തിന് നല്ല രീതിയിലുള്ള പ്രോഗ്രാംസും സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അതൊക്കെ ആരാണ്, ഈ ഒരു പബ്ലിക് റിലേഷൻ ആണ് ചെയ്യുന്നത്. ഇൻക്രീസ്, നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻക്രീസ് അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് അല്ലെ. ഇൻക്രീസ് അവയർനെസ്, നമ്മൾ പറയില്ലേ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുക എന്ന്, അതുപോലെ സെയിം തന്നെ ഇൻക്രീസ് അവയർനെസ് ഹോസ്പിറ്റലിന്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ എന്താണ് ആശുപത്രിയുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ മൊത്തം പരിപാടിക്കുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളെ കുറിച്ച് ഹോസ്പിറ്റലിന്റെ സർവീസസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒരു അവയർനെസ് വർദ്ധിപ്പിക്കുക, അവബോധം അല്ലെങ്കിൽ അവയർനെസ് അല്ലെ അവബോധം അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഹോസ്പിറ്റലിന്റെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഒരു ഹോസ്പിറ്റലിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത്. അതൊക്കെ ആരാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ പബ്ലിക് റിലേഷന് വേണ്ടിയിട്ടാണ് അല്ലെ, പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ടൈമിലൊക്കെ, എപ്പോഴും ഉണ്ടാവില്ല എങ്കിൽ പോലും ചില സമയത്ത് ഇപ്പോ ഇപ്പോ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഷുഗർ പ്രഷർ ചിലപ്പോ കണ്ണിന്റെ അല്ലെ അങ്ങനെയുള്ള കുറെ ടെസ്റ്റുകളൊക്കെ ഫ്രീ ആയിട്ട് നൽകുന്നു. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു ക്യാമ്പ് പോലെ അങ്ങനെയൊക്കെ വെക്കാറുണ്ട് ചില ഹോസ്പിറ്റലിലൊക്കെ അല്ലെ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഹോസ്പിറ്റലിന്റെ സർവീസസും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ റേഞ്ചസ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഇന്നതൊക്കെയാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരം സർവീസുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ എന്താണ്, പബ്ലിക് ആയിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ, പബ്ലിക് റിലേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ എന്താണ്, അതൊക്കെ തന്നെയാണ് എന്ത് പബ്ലിക് റിലേഷന്റെ ഒരു ആവശ്യകത എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം, enhance the hospital's image. സെയിം ആ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. ഹോസ്പിറ്റലിന്റെ enhance മീൻസ് പ്രതിച്ഛായ, അതായത് ഹോസ്പിറ്റലിനെ പറ്റി കൂടുതലൊരു അവയർനെസ് എന്ത് ചെയ്യുക, പബ്ലിക്കിലോട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെ കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക, ആ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇന്ന സർവീസസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ആയിട്ട് ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അവയർനെസ് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ. സെയിം നേരത്തെ പോയിന്റിന്റെ തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അസിസ്റ്റ് ഇൻ റിക്രൂട്ട് ആൻഡ് റിട്ടൈനിങ് ഓഫ് എംപ്ലോയീസ് അല്ലെ. നമ്മളുടെ എംപ്ലോയീസിനെ ഹോസ്പിറ്റൽസിലെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താണ് നിലനിർത്തുന്നതും അതിന്റെയൊക്കെ ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്, ഈ പബ്ലിക് റിലേഷൻ. ഞാൻ പറഞ്ഞില്ലേ PRO എന്ന് പറഞ്ഞൊരു ഓഫീസർ ഉണ്ടാവുമല്ലോ, അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ് റിക്രൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ നിലനിർത്തണമല്ലോ, അവരെ പിരിച്ചുവിടാത്ത രീതിയിൽ എന്ത് ചെയ്യാ, അവർക്ക് വർക്കൊക്കെ കൊടുത്ത് അവരുടെ വർക്ക് എങ്ങനെയാണ് എന്നൊക്കെ അവരുടെ ഒരു മേൽനോട്ടം വഹിച്ചിട്ട് അവരെ നിലനിർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. നെക്സ്റ്റ് ആക്ട് ആസ് എ
ഫൗണ്ടേഷൻ വെൻ അൺറിയൽ ന്യൂസ് അബൌട്ട് ദ ഹോസ്പിറ്റൽ ഹാപ്പിനെസ് അല്ലെ. അതായത് എന്താണ്, ഇപ്പോ ഹോസ്പിറ്റലിനെ കുറിച്ച് അവ്യക്തമായിട്ടുള്ള ഒരു അൺറിയൽ ന്യൂസ് എന്ന് പറഞ്ഞാല് ഒരു യാഥാർത്ഥ്യമല്ലാത്ത ന്യൂസുകൾ ഉണ്ടാവില്ലേ, വാർത്തകളൊക്കെ, അങ്ങനെയുള്ള അവ്യക്തമായിട്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം, അതിന് ഒരു അടിത്തറയായിട്ട് പ്രവർത്തിക്കണം, അതിനെതിരെ പ്രവർത്തിക്കണം അല്ലെ. നമ്മുടെ ഹോസ്പിറ്റൽസിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്, ഈ PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും അങ്ങനെ തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെതിരെ എന്ത് ചെയ്യണം, ഒരു ആക്ട് ആയിട്ട് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. ഇനി ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ അല്ലെ. അതായത് എന്താണ്, മൊറൈൽ മീൻസ് മനോവീര്യം, അതായത് ഇംപ്രൂവ് എംപ്ലോയി അല്ലെ, അതായത് തൊഴിലാളികളുടെ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക. അതായത് അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസിനെ കൂടി കുറച്ച് അവർക്ക് അവരുടെ ഒരു സാറ്റിസ്ഫാക്ടറിക്ക് കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നീഡ് ഓഫ് പബ്ലിക് റിലേഷനിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിന്റ് വായിച്ചു പോകാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, enlarge visibility of hospital employee programs and services. Next one എന്തായിരുന്നു, position in the hospital as healthcare leader and authority within the community or region. മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി increase awareness of the hospital total range programs and services, enhance the hospital's image, assist the recruitment and retention of employees, act as a foundation when unreal news about the hospital happens, improve employee morale. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകതയെ പറ്റി നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം, നമുക്ക് ക്ലാസ് അതിന്റെ പേരായല്ലോ, അപ്പൊ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. മെത്തേഡ്സ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ കമ്മ്യൂണിറ്റി അല്ലെ. അതായത് ഈ പബ്ലിക് റിലേഷൻ നമ്മൾ പറഞ്ഞില്ല അതിന്റെ ആവശ്യകതയെ പറ്റി. ഇങ്ങനെയുള്ള ഒരു പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന്, അതായത് ഇത് നിലനിർത്തണമല്ലോ, ഈ പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിലല്ലേ ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, പബ്ലിക് ആയിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. there are mainly two methods. അപ്പോ മെയിൻ ആയിട്ട് എന്താണ്, 2 മെത്തേഡ്സ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് അല്ലെ, ഓപ്പറേറ്റീവ് മെത്തേഡ്. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രവർത്തനം അല്ലെ, അല്ലെങ്കിൽ പ്രവർത്തന രീതി. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാലോ ആശയവിനിമയ രീതി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് 2 മെത്തേഡാണ് പറയുന്നത്, ഓപ്പറേറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ് മാത്രം ഒന്ന് വായിച്ചു പോവേണ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്താണെന്ന് നോക്കാം, നിങ്ങൾ എന്റെ ഒപ്പം തന്നെ സ്ക്രീനിൽ വായിക്കണം കേട്ടോ. ഓക്കെ, operative methods എന്ന് പറഞ്ഞാൽ these methods are basically related with every aspect of hospital's operator അല്ലെ. ഇനി എന്താണ്, including those that are performed by workmen such as telephone operator, enquiry office personnel and admission office clerk, all those maintaining contact with the patients as well as those working behind the screen share the same burden. Okay, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാ, ചില വേർഡുകളൊക്കെ കിട്ടിയപ്പോ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ എന്താണ്, ദിസ് മെത്തേഡ് ബേസിക്കലി റിലേറ്റഡ്, ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരുന്നത്, എവറി ആസ്പെക്ട് ഓഫ് ഹോസ്പിറ്റൽ ഓപ്പറേറ്റർ, ഒരു ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുള്ള എല്ലാ വശങ്ങളിലുള്ള ഓപ്പറേറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ചെയ്തിരിക്കുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് അല്ലെ. പ്രവർത്തന മെത്തേഡാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പറേറ്ററുമായിട്ട് എന്ത് ചെയ്യുന്നു, കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ റിലേറ്റഡ് ആണ്. ഇൻക്ലൂഡിങ് ദോസ് ആർ പെർഫോംഡ് ബൈ, ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്, ടെലിഫോൺ ഓപ്പറേറ്റർ പോലുള്ള എംപ്ലോയീസ് അല്ലെ. ടെലിഫോൺ ഓപ്പറേറ്റർ നമ്മൾ എൻക്വയറി സെക്ഷനിൽ ഉണ്ടാവില്ലേ, നമ്മള് ഹോസ്പിറ്റലിൽ ചീട്ട് എടുക്കാനൊക്കെ ചെല്ലുമ്പോ ടെലിഫോൺ കോളിങ്, ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കില്ല, എൻക്വയറി ചെയ്യില്ലേ, അങ്ങനെയുള്ള ആ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ. എൻക്വയറി ഓഫീസ് പേഴ്സണൽ അല്ലെ, എൻക്വയറി ചെയ്യുന്ന അങ്ങനെയുള്ളത്. അഡ്മിഷൻ ഓഫ് ക്ലർക്ക്, ഓഫീസ് ക്ലർക്ക് ഉണ്ടാവില്ലേ, ഓഫീസ് ക്ലർക്ക്. ഓൾ ദോസ് മെയിൻറ്റെയിനിങ് കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ്, ആരൊക്കെ പേഷ്യൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എംപ്ലോയീസ് നമുക്കൊരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കോണ്ടാക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു പേഴ്സൺസ്. പിന്നെന്താണ്, രോഗികളുമായിട്ട് കോണ്ടാക്ട് ഉള്ള സ്ക്രീനിങ് പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും അല്ലെ. ഇപ്പോൾ നമ്മള് ഡയറക്റ്റ് ആയിട്ട് കാണുന്നവർ മാത്രമല്ല, അതിന്റെ ബാക്ക് ഓഫീസായിട്ടും പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി എംപ്ലോയീസ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അവരെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഓപ്പറേറ്റീവ് മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ.
അപ്പൊ ജസ്റ്റ് ഇവിടെ വരെ ഒന്നും കൂടി ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങിയതൊന്ന് നോക്കാം. പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ ആണ് നമ്മൾ തുടങ്ങിയത്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എന്താണ് ഒരു PRO ഉണ്ടാവും അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടാകും. ഇനി ഹു വാസ് ദ എന്താണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ആരാണ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരാണ്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എഡ്വാർഡ് ബെർണാഡ് അല്ലെ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് ഏതായിരുന്നു? ഫസ്റ്റ് ബുക്ക് എഡ്വേർഡ് ബെർണാഡിന്റെ ഫസ്റ്റ് ബുക്ക് റെസ്പോൺസ് ഇല്ലേ? Public opinion. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫസ്റ്റ് അദ്ദേഹം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കോഴ്സ്? ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് കോഴ്സ് ചെയ്തത്. ഡെഫിനിഷൻ നോക്കാം. പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് വാട്ട് ദ പബ്ലിക് ഹോപ്സ് ഫോർ, എക്സ്പ്ലെയിനിങ് ഹൗ അഡ്മിനിസ്ട്രേഷൻ സാറ്റിസ്ഫൈസ് ദിസ് ഡിസൈർസ്. ആരുടെ വാക്കുകളാണത്? ജോൺ മില്ലറ്റ്. ഓക്കെ, ഇനി നമ്മള് എന്താണ് പബ്ലിക് റിലേഷൻസ് ഒന്നും കൂടി നോക്കിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെ, അതിന്റെ ആവശ്യകത. എന്തിനു വേണ്ടിയിട്ടാണ് പബ്ലിക് റിലേഷൻ അല്ലെ, ആവശ്യകതയിൽ നമ്മൾ നോക്കിയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ പോയിന്റ് ഒന്ന് വായിക്കാമോ? ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് വൺ വായിച്ചോ. ജാസ്മിൻ തുടങ്ങിക്കോ. Enlarge visibility for the hospital, employees, programs and services. Okay, next second point. Next one. Position the hospital and authority within the community or region. Okay, next third point. Increase awareness of the hospital, total range of programs and service. Okay, next Jasmine start. Enhance the hospital's image. Okay, next one. Assist in recruitment and retention of employees. Next, act as a Improve employee morale. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പബ്ലിക് റിലേഷന്റെ നീഡ്സിനെ പറ്റി പറയുന്നത് അല്ലെ. ദെൻ നമ്മൾ നോക്കിയായിരുന്നത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ഈ ഒരു പബ്ലിക് റിലേഷൻ ഒരു കമ്മ്യൂണിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ രണ്ട് വേ ആണ് ഉള്ളത്, അല്ലെങ്കിൽ 2 മെത്തേഡ്സ് ആണ് പറഞ്ഞത് അല്ലെ. ഓപ്പറേറ്റീവ് മെത്തേഡ്സും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും. നമ്മൾ ഫസ്റ്റ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് മാത്രം ഡിസ്കസ് ചെയ്തുള്ളൂ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഹോസ്പിറ്റൽസിലെ എല്ലാ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. പിന്നെ ആരൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞത്? എൻക്വയറി, അല്ലെങ്കിൽ ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലെ, അല്ലെങ്കിൽ ക്ലർക്ക് ഓഫീസ്, ജസ്റ്റ് മെയിൻറ്റെയിൻ കോണ്ടാക്ട് വിത്ത് ഒരു പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്ട് ഉള്ള എല്ലാ തരത്തിലുള്ള ഒരു എന്താണ് എംപ്ലോയീസും, പിന്നെ എന്താണ് ബിഹൈൻഡ് ദ സ്ക്രീൻ ഷെയർ അല്ലെ, ബിഹൈൻഡ് അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഈ ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പബ്ലിക് റിലേഷൻസിൽ വരുന്നത്. നിങ്ങൾ ഇതുവരെ ഒന്ന് ജസ്റ്റ് നമ്മളിപ്പോ ഇന്ന് തുടങ്ങിയ ക്ലാസ് ഇന്ന് തന്നെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തൊന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നാളെ നമുക്ക് അതിന്റെ ഒരു ഫോളോ അപ്പ് കിട്ടില്ല അല്ലെ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വരെയാണ് നമ്മൾ നോക്കിയേക്കണത്. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഉണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് ഇല്ല ടീച്ചർ. ഓക്കെ ആണല്ലോ എല്ലാവരും? ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം നിങ്ങൾ അതൊന്ന് ചോദിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് വായിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് പോകുന്നത്. അപ്പൊ ഇതുവരെ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് തന്നെ. കുറച്ച് ജനറൽ ആക്ടുകൾ നമ്മൾ പറഞ്ഞില്ല കഴിഞ്ഞ ക്ലാസ്സിലത്തെ, എത്തിക്കല് ഇമ്പോർട്ടന്റ് ആണ്. അത് കൂടുതലായിട്ടും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇയേഴ്സും പിന്നെന്താണ് കുറച്ച് ടേംസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ഡെഫിനേഷൻസ് വരുന്നത്, ഇപ്പൊ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞ ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഒന്ന് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു ടീച്ചർ. Thank you, Miss.